നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച പറയുമെന്ന് വെച്ചാൽ ഉത്രം അത്തം ചിത്ര നക്ഷത്രക്കാർ അവരെ ഫലത്തെ പറ്റിയാണ് ഈ ആഴ്ച പറയുന്നത്. ഉത്രം അത്തം ചിത്തിര നക്ഷത്രം, അതായത് കന്നിക്കൂർ നക്ഷത്രങ്ങൾ. എന്താണെങ്കിലും അവർക്ക് കുറച്ച് കാലമായിട്ട് ബുദ്ധിമുട്ടുകളായിരുന്നു. ധനമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിൽ കലഹങ്ങൾ, തൊഴിലായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ, സംരംഭങ്ങളായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു. തൊഴിൽ തടസ്സങ്ങൾ അങ്ങോട്ട് നീങ്ങും, സംശയം വേണ്ട. ഈ സന്ദർഭത്തിൽ ഈ സമയത്തിൽ തൊഴിൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ തടസ്സങ്ങൾ അങ്ങോട്ട് മാറും. സംരംഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കും. വിജയസാധ്യത വന്നു ചേരും, ധനാഭിവൃദ്ധി ഉണ്ടാവും, അങ്ങനൊരു ഭാഗ്യസ്ഥിതിയുണ്ട്. പിന്നെ ചില ഭാഗ്യ അനുഭവങ്ങൾക്ക് തടസ്സം ഉണ്ടാവും. അങ്ങനൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ചില ഭാഗ്യ അനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടും, അതൊരു ഭാഗമാണ്. എന്നാൽ കാലികളെ കൊണ്ട് നമുക്ക് ഗുണാനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം വന്നു ചേരും. ഏതെങ്കിലും രീതിയിൽ നാൽക്കാലികളെ വളർത്തുകയോ കച്ചവടം നടത്തുകയോ മറ്റ് സംരംഭങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ ഗുണസ്ഥിതി വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ പലവിധ ഐശ്വര്യാനുഗ്രഹങ്ങളൊക്കെ വന്നു ചേരും. പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയൊക്കെ നമ്മളിലേക്ക് വന്ന് ചേരും. അങ്ങനത്തെ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില കച്ചവട കാര്യങ്ങൾ, വാഹനം, ഗൃഹം, ഭൂമി എന്നിവയായിട്ട് ബന്ധപ്പെട്ടുള്ള കച്ചവടമുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ തടസ്സം നേരിടും. അങ്ങനെയുണ്ട്. ഇങ്ങനെയുള്ള കച്ചവട കാര്യങ്ങളിലൊക്കെ ചില വിധേനയൊക്കെ ചില തടസ്സങ്ങൾ നേരിടും. ഇതൊന്നും ഉടനെ നടക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറുമെന്നുള്ളതാണ്. മിക്ക അങ്ങനെയുള്ള കച്ചവട കാര്യങ്ങളൊക്കെ ഈ നാളുകാർ ചെയ്യുന്നത്. ഭൂരിഭാഗം അതൊന്നും ഉടനടി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക്, ഒരു മാറ്റത്തിലേക്ക് വരും. എന്നാൽ കൂടി ധാരാളം നഷ്ടങ്ങളൊന്നുമില്ല. ഇത് നോക്കി പെട്ടെന്ന് നടത്തിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളൂ. അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് മാറും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണ മോചനമായിട്ടില്ല, അല്പം കൂടി കഴിയണം. ഇപ്പോഴും കലഹങ്ങൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ചെറിയ കലഹങ്ങൾ, ഭിന്നായിട്ട് നിൽക്കേണ്ട അവസ്ഥ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോഴും സമയത്തിൽ അതിന് പൂർണ്ണ മാറ്റം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. അതുപോലെ തന്നെ വയറായിട്ട് ഉദരമായിട്ട് ബന്ധപ്പെട്ട് ചില രോഗാവസ്ഥകൾ വരാനും ചില സാധ്യതകളുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ബാധിക്കാവുന്നതാണ്. ഉത്തരമത്തനിത്തിന് ആളുകാർക്ക് ശാരീരികമായിട്ട് ഉദര സംബന്ധമായിട്ട് ചില രോഗാപീഠകൾ വന്നു ചേരും. അതിനൊരു സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. പിന്നെ പൊതുവേ യാത്രയായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മന്ദഗതിയായിരിക്കും. ധാരാളം യാത്രകളൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെ സാധിച്ചാലും അതൊക്കെ ഒരു മന്ദഗതിയിലൂടെ നടന്നു പോകുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയും കൂടിയുണ്ട്. പിന്നെ പറയണമെങ്കിൽ അല്പം അലച്ചിലുകൾ പറയുന്നുണ്ട്. വീടായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്ക്, ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾക്ക് അലച്ചിലുകൾ കൂടും. അങ്ങനത്തെ ഒരു സ്ഥിതിയുണ്ട്. പല വിധേന പല രീതിയിലൊക്കെ അലച്ചിലുകൾ വന്നു ചേരും. അങ്ങനത്തെ ഒരു സ്ഥിതി കൂടിയുണ്ട്. പിന്നെ ചില കാര്യങ്ങൾക്ക് ധനമായിട്ട് ബന്ധപ്പെട്ട് ചില ഭാഗ്യ അനുഭവ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരുന്നുള്ളതാണ്. അങ്ങനെയുണ്ട്. പിന്നെ വാഹനമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയങ്ങൾ, ഇത് വാങ്ങിക്കൽ, ഉള്ളത് വിൽപ്പന, ഇങ്ങനെയുള്ള കാലത്തൊക്കെ തടസ്സങ്ങൾ നേരിടും. ഇതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കൂട്ട് നടത്തിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു സമയവും. അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ തൊഴിൽ മേഖല മെച്ചമുള്ളത് കൊണ്ട് തന്നെ കുടുംബത്തിൽ ഇപ്പം സന്തോഷസ്ഥിതികൾ വന്ന് ചേരും. ഈ തൊഴിൽ മേഖല മെച്ചപ്പെടുമ്പോൾ നമുക്കും സന്തോഷം ഉണ്ടാവും, തൊഴിലെടുക്കുന്ന ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാവും. ദാമ്പത്യ കുടുംബത്തിലുള്ള ആൾക്കാർക്കും ചില സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. ഈ തൊഴിൽ മേഖലയൊക്കെ മെച്ചത്തിലാണ്, അതിന് തടസ്സമില്ല എന്നുള്ള ഒരു ഭാവത്തിലേക്ക് വരുമ്പോഴേ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രധാനമായിട്ട്.
പിന്നെ പറയുകയാണെങ്കിൽ കൂടപ്പിറപ്പുകൾ, നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ, അവരിൽ ചില ആൾക്കാരൊക്കെ നമ്മളിൽ നിന്ന് ഭിന്നപ്പെട്ട് നമ്മളോട് കലഹിച്ച് മാറി നിൽക്കേണ്ട ചില അവസ്ഥകൾ വന്ന് ചേരും. അങ്ങനെയുണ്ട്. സഹോദരിമാർ സഹോദരന്മാരായിട്ട് ഒത്തുചേർന്ന് ഒരു സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ മറ്റുള്ളവർക്ക് വന്നു ചേരും. അങ്ങനത്തെ ഒരു സമയം കൂടിയുണ്ട്. ചില സംരംഭങ്ങൾ, ചില ബിസിനസ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ സഹോദരി സഹോദരന്മാരെല്ലാവരും ഒന്നിച്ച് ചെയ്യാനുള്ള ഒരു മനസ്സും സാഹചര്യമൊക്കെ വന്ന് ചേരും. ഉള്ള ചില കാര്യങ്ങളൊക്കെ ഗുണാനുഭവമാണ്. അതൊക്കെ വിജയത്തിലെത്തുന്ന രീതിക്ക് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അതൊക്കെ ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ വിദേശമായിട്ട് ബന്ധപ്പെട്ട് ജോലി നോക്കുന്ന ആൾക്കാർക്ക്, അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് നോക്കുന്ന ആൾക്കാർക്ക് ചില തടസ്സങ്ങൾ പറയാനുണ്ട്. അത് അല്പകാലം കൂടിയുണ്ട്. ആ തടസ്സം ഏകദേശം ഒരു കന്യമാസം വരെയൊക്കെ ഉണ്ട്. ആ തടസ്സങ്ങൾ നീങ്ങിയാൽ മാത്രമേ ഈ കാര്യങ്ങൾ ഊർജ്ജസ്വലമായിട്ട് നടക്കുകയുള്ളൂ, ഏറ്റവും ഭംഗിയായിട്ട് നടക്കുകയുള്ളൂ, പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു സമയം കൂടിയാണ്. പിന്നെ പല വിധേന നമുക്ക് ധനമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കിട്ടാനുള്ള സ്ഥിതികളൊക്കെ ഉണ്ടാവും. ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അതിങ്ങനെ കിട്ടാനുള്ള ഒരു സാഹചര്യം വന്നു ചെയ്തു. അങ്ങനെയുള്ള ഒരു സ്ഥിതിയുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പൂർവീകമായിട്ടുള്ള സ്വത്തുവകകൾ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ നിന്ന് കൈപ്പറ്റിക്കുന്ന സ്വത്തുവകകൾ, അങ്ങനെയൊക്കെ നമുക്ക് ചില രീതിയിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗങ്ങൾ വന്നു ചേരാനുള്ള ഒരു സാധ്യതയും സമയം കൂടിയാണ്. അപ്പോൾ പൊതുവേ ഭൂരിഭാഗം കാര്യങ്ങളിലും ചില സന്തോഷാനുഭവങ്ങളുണ്ട്. അതായത് തൊഴിലായിട്ട് ബന്ധപ്പെട്ട് സന്തോഷാനുഭവങ്ങളുണ്ട്, വീടായിട്ട് ബന്ധപ്പെട്ട് ചില സന്തോഷാനുഭവങ്ങളുണ്ട്, സംരംഭങ്ങളായിട്ട് ബന്ധപ്പെട്ടും അല്പം സന്തോഷാനുഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളിൽ സന്തോഷാനുഭവങ്ങളുണ്ട്. ചില കാര്യങ്ങളിൽ സങ്കടസ്ഥിതിയുണ്ട്. ഉദ്ധരായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. പിന്നെ ദാമ്പത്യത്തിൽ ചെറിയ കലഹങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഭിന്നപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ദോഷസ്ഥിതിയാണ്. എന്നാൽ കൂടി കുറച്ച് വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ചതിനൊക്കെ മുക്തി കിട്ടും. അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ നാളുകാർ പ്രധാനമായിട്ടും മഹാദേവന് ജലധാര, കോളമാല എന്നീ വഴിപാട് കഴിക്കാം. അയ്യപ്പസ്വാമിക്ക് എഴുതി വെച്ച് പ്രാർത്ഥിക്കാം. ശ്രീകൃഷ്ണ ഭഗവാന്, വിഷ്ണു ഭഗവാന് പായസം കഴിച്ച് പ്രാർത്ഥിക്കാം. ഈ 3 വഴിപാടുകൾ ഏതെങ്കിലും വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടിന് മോചനം കിട്ടും. മഹാദേവന് കുളമാല, ജലധാര, ശ്രീകൃഷ്ണസ്വാമിക്ക് പായസം, അയ്യപ്പസ്വാമിക്ക് എള്ളുതിരി, നീരാഞ്ജനം എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കുറേ ബുദ്ധിമുട്ടുകൾക്ക് ശമനം വരും. പ്രാർത്ഥന ഉണ്ടാവണം. പരദേവതയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ്, പരദേവതയുടെ അടുത്ത് പ്രാർത്ഥിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടാവണം. അതൊക്കെ ഈ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി മെലഗതി ഉണ്ടാവാനൊക്കെ വളരെ വിശേഷമാണ്. അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. പരദേവതയെ കണ്ടെത്തി പോയി പ്രാർത്ഥിക്കണം. സാധിക്കുന്ന ദീപാലങ്കാരങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ വിജയസാധ്യത ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക്. കുറേ ഇതിനകത്ത് പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ, യാത്രാദി കാര്യങ്ങൾ, ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെ പല വിധേന കാര്യങ്ങൾ വിഷമസന്ധിയാണ്. അതൊന്നും ധാരാളം ബുദ്ധിമുട്ടിലേക്ക് പോകാതെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമൊക്കെ എല്ലാവരും ഉണ്ടാക്കണം. എന്താണെങ്കിലും വീഡിയോസൊക്കെ ഇഷ്ടമാണൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.